മാതാപിതാക്കൾക്ക് കണ്ണീരും വേദനയും മാത്രം സമ്മാനിക്കുന്ന ചില തലതെറിച്ച പിള്ളേരെ കാണാറില്ലേ? വീട്ടിലും നാട്ടിലും സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, മദ്യവും കഞ്ചാവും ഉപയോഗിച്ച് അച്ഛനെയും അമ്മയെയും പോലും ഉപദ്രവിക്കുന്നവർ. കണ്ണൂർ ആയിക്കരയിൽ ലഹരി ഉപയോഗിക്കാൻ 2000 രൂപ നൽകാത്തതിന് വീടിന് തീവച്ച ഒരു യുവാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സംഭവത്തിന് പിന്നാലെ ആയിക്കര സ്വദേശി അഭിഷേകിനെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി വാങ്ങാൻ പണം ലഭിക്കാതെ വരുമ്പോൾ ഇയാൾ പ്രകോപിതനാകുന്നത് പതിവാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. മകനെ പേടിച്ച് അച്ഛനും അമ്മയും കുറേ നാളുകളായി ബന്ധുവീട്ടിലായിരുന്നു താമസം. ആയിക്കര ദണ്ഡമാരിയമ്മൻ കോവിലിന് സമീപത്തെ 25-കാരനായ രാജേഷിന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ലഹരി ഉപയോഗിക്കാൻ നിരന്തരം പണം ആവശ്യപ്പെടുന്ന ആളാണ് മകൻ അഭിഷേക് എന്ന് അച്ഛൻ രാജേഷ് പോലീസിനോട് പറഞ്ഞു. പണം ലഭിക്കാതെ വരുമ്പോൾ പ്രകോപിതനാകുക പതിവാണ്. മകനെ പേടിച്ച് താനും ഭാര്യയും വീട്ടിൽ താമസിക്കാറില്ലെന്നും ബന്ധുവീട്ടിലാണ് താമസമെന്നും രാജേഷ് പറയുന്നു. പണം നൽകിയില്ലെങ്കിൽ തന്നെയും ഭാര്യയും തീ വയ്ക്കുമെന്ന് മകൻ പരസ്യമായി പറഞ്ഞതായും പിതാവ് പോലീസിൽ നൽകിയ പരാതിയിലുണ്ട്. അഭിഷേകാണ് തീവച്ചതെന്ന് വ്യക്തമായതോടെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കാലത്ത് കണ്ണൂരിലെ അറിയപ്പെടുന്ന സെവൻസ് ഫുട്ബോൾ കളിക്കാരനായിരുന്നു രാജേഷ്. നിരവധി ടൂർണമെന്റുകളിലും കളിച്ചിട്ടുണ്ട്. ലഭിച്ച ട്രോഫികളും പുരസ്കാര പത്രങ്ങളും മെഡലുകളും ജേഴ്സിയും ഒക്കെ അഗ്നിക്കിരയാക്കി. ഇതുകൂടാതെ വീട്ടിലെ കിടപ്പുമുറിയിലുണ്ടായിരുന്ന കിടക്ക, ഫേർണിച്ചർ, ഫാൻ, വസ്ത്രങ്ങൾ, വയറിംഗ് ഉൾപ്പെടെ കത്തിനശിച്ചു. പണവും നഷ്ടപ്പെട്ടതായി രാജേഷ് പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നായിരുന്നു തീയണച്ചത്. അഭിഷേക് വീടിന് തീവച്ച കാര്യം അയൽവാസികളാണ് രാജേഷിനെ വിവരമറിയിച്ചത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.